ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോറും മുമ്പ് സീരിയലിൻ്റെ ഒരു ഫുൾ വിശേഷം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മൾ ഇന്നലെ തലേ ദിവസം ഒരു 9-9:30 നമ്മൾ പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫുൾ വിശേഷം ഇപ്പോൾ രാവിലെ ഫുൾ വിശേഷം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിലും നമ്മുടെ ഇന്നത്തെ ഒരു ഏകദേശം ഫുൾ വിശേഷം തന്നെയായിട്ട് നമ്മൾ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കമലയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും സഹിക്കാനാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ബൈജയുടെ വീട്ടിൽ കിടന്ന് വിളയാടിക്കൊണ്ടിരുന്നവൾ ഇപ്പം ഈ വീട്ടിലൊരു അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. അതും ശിവേട്ടനെയും ഒക്കെ രഞ്ജുവിനും ഉൾപ്പെടെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇവൾ എങ്ങനെ ഇത് സാധിക്കുന്നു? ബൈജയ്ക്ക് എട്ടും പുട്ടും തിരിയണില്ല. എന്താ ഇത്? കാരണം ഹരിയുടെ കാര്യത്തിൽ അങ്ങനെ, മനുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ, തൻ്റെ മക്കളെയൊക്കെ നഷ്ടപ്പെടുമോ? അങ്ങനെയൊക്കെയുള്ള പല തോന്നലും ചിന്തകളും വരെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കമല നേരെ നമ്മുടെ ശിവശങ്കറിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ശിവശങ്കരൻ ചോദിച്ചു, എന്താണാവോ ഇന്ന് ആരെങ്കിലും പരദൂഷണം പറയാനാണോ? ഒന്നും അല്ലെങ്കിൽ ഹരിയുടെ കാര്യം പറയാനായിരിക്കും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും കമലെ നീ പറയാൻ വന്നത്. എന്തായാലും ഇപ്പോൾ കുറേ നാളായിട്ട് നീ പറയണത് കേട്ടോണ്ടിരിക്കലാണല്ലോ എൻ്റെ പണി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും കമല പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോ, എന്നെക്കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറഞ്ഞോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടാൻ പോവുക. എവിടെയോ കിടന്ന ഏതോ ഒരുത്തിക്കുണ്ടായ ഒരു വീട്ടുവേലക്കാരിയെ ഈ കുടുംബത്തിൽ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ കേട്ടില്ല. അവളെ വലത്തെ കാലല്ല, അവളെ ഞാൻ വെട്ടും കാല് എന്ന് പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അതെ നീ ഒരു റൗഡിയാണല്ലോ, അപ്പോൾ പിന്നെ നീ കാലോ കയ്യോ ഒക്കെ വെട്ട് കമലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ശിവശങ്കരൻ പറഞ്ഞു, അതെ ഒരു ഇച്ചിരി നേരമെങ്കിലും ഒരു സമാധാനം എന്താ, നിൻ്റെ വാ അടഞ്ഞിരിക്കുന്ന ഒരു സമയം എപ്പോഴെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് എൻ്റെ വാ അടയ്ക്കാനാണല്ലോ വലിയ ധൃതി. നിങ്ങളുടെ മകൻ ഒരുത്തനുണ്ട് മനു, അവൻ എന്താ കിടന്ന് കാണിക്കുന്നത്? അവളെയും കൂട്ടി മുറി അടച്ചിരുന്ന് സംസാരം. ഇതൊക്കെ ഈ വീട്ടിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നടപടിയാവോ എന്നൊക്കെ കമല പറയുന്നുണ്ട്. അതിന് അവളും അവന് സംസാരിച്ചെന്ന് പറഞ്ഞ് ഇവിടെ തലപോണ കേസ് എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ശിവശങ്കരൻ ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, ദേ ഞാനൊരു അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നാണ് ഇവിടെ കയറി വന്നത്. വേണ്ട സ്വർണവും പണവും ഒക്കെ തന്ന് എൻ്റെ കുടുംബക്കാർ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കുടുംബക്കാർ അറിഞ്ഞാണ്ടല്ലോ ശിവേട്ട, ഞാൻ കളി പറയണതല്ല, ഇതൊക്കെ നമ്മുടെ പരിധിക്ക് അപ്പുറമുള്ള കേസാണ്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എൻ്റെ പൊന്ന് കമലേ, എനിക്കും ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. കുറേ മാസങ്ങളായി ഞാൻ ഇവിടെ വന്ന് കിടക്കണു. എൻ്റെ ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റാന്തടി പോലെ ഞാൻ നിൽക്കണു. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, സമാധാനം നീ താട്ടെ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും എന്നൊക്കെ ശിവശങ്കരൻ പറയുന്നുണ്ട്. പിന്നെ നീ എന്നോട് സംസാരിക്കാൻ എടുക്കുന്ന ഈ ഒരു സമയം ഉണ്ടെങ്കിൽ നീ ആ വൈജയന്തിനെ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ നെടുമ്പുരയ്ക്കൽ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് വിടാനുള്ള കാര്യം നോക്ക്. പിന്നെ ഞാനാണല്ലോ അവളെ വിടാൻ. നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവം ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതാണോ? നിങ്ങളെത്ര വർഷമായി കാണുന്നു? താൻ പിടിക്കണ മൊബൈലിന് 3 കൊമ്പ് എന്ന അജണ്ടയായിട്ട് നടക്കണവളാ. അപ്പോൾ പറഞ്ഞു, അപ്പം നീ 24 മണിക്കൂറും നോക്കിയാൽ വൈജയന്തിയായിട്ട് കുശകുശല് പറയൊക്കെ ആണല്ലോ. പിന്നെ എനിക്കതാ പണി, കുശകുശല് പറയാൻ പറ്റിയ ആൾ എന്നൊക്കെ പറഞ്ഞ് കമല പുറകുറുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കമല കുറേ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പിന്നെ വൈജയന്തിയുടെ റൂമിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഷെറിൻ്റെ കേസ്. അതായത് ഷെറിൻ്റെ ആങ്ങളെയും അതുപോലെ തന്നെ ഷെറിൻ്റെ ആങ്ങളയുടെ വൈഫ് ആൻസിയും കൂടെ ഷെറിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു മെൻ്റൽ ഷോക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിപ്രഷനൊന്നും ഇപ്പോൾ ഷെറിനിൽ കാണുന്നില്ല. കാരണം കഴിഞ്ഞ 2 ദിവസം മുന്നേ കൊണ്ട് ടോണി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. കാരണം ടോണി അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ടോണി പറഞ്ഞു, ഞാൻ വരും, നിന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ഷെറിൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസിയും നമ്മുടെ ഷെറിൻ്റെ ബ്രദറും കൂടെ പറയുന്നുണ്ട്, എൻ്റെ പെങ്ങളുടെ ജീവിതം ഇനി കാലാകാലം ഇങ്ങനെ ആയിരിക്കും ആൻസി. കാരണം അയാൾക്ക് നല്ലൊരു വിഷമമുണ്ട്. കാരണം ഇത്രയും നാൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവൾക്കൊരു മാറ്റവും കണ്ടില്ല. അപ്പോൾ ആൻസി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇച്ചായ അവളെ നമുക്ക് നല്ല രീതിയിലാക്കണമെങ്കിൽ ഇനി മെഡിസിൻ ഒന്നും അല്ല വേണ്ടത്. അവളെ മനസ്സിൽ സന്തോഷം എന്തെന്ന് വെച്ചാൽ ടോണി ആയിട്ടുള്ള ഒരു ജീവിതം, പിന്നെ അവളുടെ കുഞ്ഞ്, ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അവൾ നോർമലായിട്ട് പഴയ നമ്മുടെ ഷെറിനായിട്ട് തന്നെ വരും. അത് മാത്രമല്ല ഇച്ചായ, നമ്മളെ ഈ കുടുംബത്തിന് ഒരു വലിയ ശാപം തന്നെയാണത്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മറച്ച് വെച്ച് അവളെ വേറൊരു കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ടല്ലോ. അപ്പോൾ അതിൽ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇന്ന് ആ കുഞ്ഞ് ഏതൊരു ഓർഫണേജിൽ കഴിയണോ, അതൊക്കെ ഒരു
ബാലശാപം അല്ലേ ഇച്ചായ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഷെറിൻ്റെ ബ്രദറിന് അവൾ പറയുന്നതിലും വൈഫ് പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ അവർക്ക് ഷെറിൻ്റെ കാര്യത്തിൽ വലിയൊരു സങ്കടമാണ്. കാരണം ഇപ്പം അവരുള്ള കാലം വരെയും ഷെറിനെ നോക്കും. ഈ ഒരു രീതിയാണെങ്കിൽ ഇവരുടെ കാലം അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ ഞങ്ങളില്ലാണ്ട് വന്നാൽ തൻ്റെ പെങ്ങളുടെ കാര്യം എന്താവും എന്നൊക്കെ ഓർത്തിട്ട് ഷെറിന് 2 ബ്രദേഴ്സാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പറ്റാവുന്ന രീതിയിലൊക്കെ അവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ഡോക്ടേഴ്സിനെ തന്നെ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന ചികിത്സ ഷെറിന് നല്ലപോലെ തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൻസി, അതായത് ഷെറിൻ്റെ നാത്തൂനാണെങ്കിലും ഷെറിനോട് ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യമൊന്നുമില്ല. പറ്റുന്നിടത്തോളം ആൻസിയും ഷെറിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ആ രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ടോണി വന്ന് നമ്മുടെ ഷെറിനെ കൊണ്ടുപോകാനും ആ കുഞ്ഞിനെയൊക്കെ ദത്തെടുത്ത് ഒരു ജീവിതം തുടങ്ങാനൊക്കെ സാധ്യതയും ഉണ്ട്. ഇല്ലയെന്ന് നമുക്ക് പറയാനും പറ്റില്ല അല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ കമല നേരെ വൈജയന്തിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, ദേ ഈ വീട്ടിൽ നടക്കണ ഓരോന്നും നീ വല്ലതും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാണ് കമലയിട്ടത്തി, എന്ത് ചെയ്യാനോ? നീ വന്നതിൻ്റെ പുറകെയാണ് എല്ലാം നിൻ്റെ മക്കളും പിന്നെ ആ ഒരുമ്പെട്ടവളും വന്നത്. ഇപ്പം അവളായി ഈ വീട്ടിലെ അധികാരം. ശിവേട്ടനെയും കയ്യിലെടുത്തു, മനുവിനെ പിന്നെ പണ്ടേ കയ്യിലെടുത്തല്ലോ. അപ്പം നമ്മുടെ വൈജയന്തി പറഞ്ഞു, അതെ ഈ ഒരുമ്പെട്ടവളെ കൊണ്ടുവന്നത് കമലേട്ടത്തിയുടെ മകൻ തന്നെയല്ലേ? ഏതോ ഒരു സ്നേഹഭവനോ സ്നേഹനേതോ എവിടെ നിന്നോ കെട്ടിക്കൊണ്ട് വന്നു. അവൻ്റെ മനസ്സിൽ വേറെ എന്തോ ഉദ്ദേശത്തിലായിരിക്കും ഈ അലീന എന്ന് പറയുന്ന പിശാചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒരു സമാധാനം ഇല്ല വൈജയ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനം എടുക്കണമെങ്കിൽ വൈജയ് നീ തന്നെ എടുക്കണം. കാരണം വേറൊന്നുമല്ല, ഇപ്പം മനുവും അലീനയും കൂടെ റൂമിലിരുന്ന് ഓരോ സംസാരങ്ങളാണ് റൂം അടച്ചിട്ട്. അപ്പം വൈജയന്തി പറഞ്ഞു, എങ്കിൽ പിന്നെ നന്നായി. ഞാനൊരു കാര്യം കമലേട്ടത്തിയോട് പറഞ്ഞേക്കാം, ഇനി വയറ്റിലുണ്ടാക്കി 10 മാസം ആയിക്കഴിഞ്ഞിട്ട് അവളെ പറഞ്ഞ് വിടണമെന്നും പറഞ്ഞുകൊണ്ട് നിന്നാലേ അവൾ പണ്ടേ ഈ വീട്ടിൽ അധികാരം അങ്ങ് സ്ഥാപിക്കും. അതുകൊണ്ട് കമലേട്ടത്തി എന്തെങ്കിലും കാര്യം അറിഞ്ഞ് കണ്ടും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം കമല പറഞ്ഞു, വൈജയ് നീ അല്ലേടി ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തെല്ലാം ടെൻഷൻ അനുഭവിക്കണേ. ഹരിയുടെ കാര്യത്തിൽ ഒരു ജാമ്യം പോലും കിട്ടിയില്ല, ഉറക്കമില്ല മനുഷ്യന്. അതിൻ്റെ ഇടയിലാണ് ഈ കുരിശും കൂടെ വന്ന് ചാടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, അതെ ഞാൻ ഒരു കാര്യം പറയാം, കമലേട്ടത്തെയും കൂടെ ചേർന്ന് ഇവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന അതേ അനുഭവം തന്നെ കമലേട്ടത്തിയുടെ ജീവിതത്തിലും വരും എന്നിങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കമല ഇങ്ങനെ ചിന്തിക്കുകയാണ്. 100 കാര്യങ്ങളാണ് കമലയുടെ തലയിൽ കൂടെ കിടന്ന് ഓടണത്. അപ്പോഴേക്കും കമല നമ്മുടെ വൈജയരുടെ അടുത്ത് അടക്കത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, ഈ അലീന എന്ന് പറയുന്ന ഈ പിശാച് ബാലചന്ദ്രൻ്റെ അവിഹിതത്തിലുണ്ടായ മകളാണെന്നാണല്ലോ പറയണത്. അങ്ങനെയാണെങ്കിൽ ഈ ബാലചന്ദ്രനും ഇവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കും എൻ്റെ മനുവിനെ കൊണ്ട് ഇവളെ കെട്ടിക്കണമെന്നുള്ളൊരു തീരുമാനം എടുത്തത്. നമ്മളാരും അറിയില്ല. കാര്യം ഇനിയിപ്പം മനു കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഈ കുടുംബത്തെ അവൾ സ്ഥിരപ്പടിയാവുമല്ലോ എന്ന് കമല പറയണം. അപ്പോൾ വൈജയന്തി പറഞ്ഞു, കമലേട്ടത്തി ആ പറയണതിൽ തെറ്റൊന്നുമില്ല, വേണമെങ്കിൽ ആ ഒരു കളിയും നമ്മുടെ ബാലേന്ദ്രൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇവളെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കാണ്ട് ഇവരെ കൂടെ തന്നെ നിർത്തുക എന്ന ഉദ്ദേശം ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കമലയും വൈജയന്തി പല പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല. എങ്ങനെ ആക്കും, എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പല തീരുമാനങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ അലീനയും മനുവും രോഹിത്തും കൃഷ്ണമോളും ബബിദേവരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു സൊല്യൂഷൻ, എന്തായാലും അമ്മ അടുക്കില്ല എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും മനസ്സിലായി. അമ്മ അമ്പിനും വില്ലിനും അടുക്കൂല എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ മനു പറയുന്നുണ്ട്, നമുക്ക് അങ്കിളിനെ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കൊണ്ടുവരാൻ നോക്കണം. അതിനിപ്പോൾ എന്താ വഴി? ഞാൻ പോയി സംസാരിച്ചാൽ ശരിയാകും എന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. അപ്പം കൃഷ്ണമോള് പറഞ്ഞു, അതിന് ഒരു ചാൻസും ഇല്ല മനുവേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ബബിത പറഞ്ഞു, ഒരു പക്ഷേ അലീന ചേച്ചി പോയി സംസാരിക്കുകയാണെങ്കിൽ അച്ഛൻ ചിലപ്പോൾ വന്നാലോ. അപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ബബിത. കാരണം എന്തെന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയാം, അച്ഛൻ്റെ വാശി അച്ഛൻ ഒരിക്കലും വിട്ടുതരില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. എന്നിട്ട് അലീന സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഒരാൾ കാരണമാണ്, രോഹിത്തിനോടും ബബിതയോടും കൃഷ്ണമോളോടും കൂടെ പറയുകയാണ്, ഞാൻ ഒരാൾ കാരണമല്ലേ നിങ്ങളുടെ അമ്മയും അച്ഛനും ഇങ്ങനെ വേർപിരിയാൻ കാരണം. ഞാൻ പോയാൽ പിന്നെ ആ
പ്രശ്നം തീരുന്ന കേസല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവരെ മുഖം അങ്ങ് വാടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും അലീന പോകുന്നതിനോട് അവരൊരിക്കലും ഒരു താല്പര്യം കാണിക്കില്ല. കാരണം വെച്ചാൽ അലീന പോകാമെന്ന് വെച്ചാൽ അത് അവർക്ക് പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ രക്തബന്ധമോ എന്ത് ബന്ധമാണെങ്കിലും ഇപ്പോൾ അലീന അവർക്ക് വേണം. അവർ സ്വന്തം ചേച്ചിയായിട്ട് അവർ കരുതി കഴിഞ്ഞു. ഇനി പറ്റില്ല. അച്ഛൻ്റെ മകളാണെങ്കിലും ശരി, ഇനി വേറെ ആരുടെയെങ്കിലും മകളാണെങ്കിലും ശരി, അത് പറ്റില്ല എന്നുള്ളൊരു കാര്യം തീരുമാനം എടുക്കുകയാണ്. അപ്പം നമ്മുടെ രോഹിത് ഇരുന്ന് ആലോചിക്കുകയാണ്. രോഹിത്തിൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരുന്നുണ്ട്. കാരണം അന്ന് കോളേജിലെ ഫാദറിനെ കാണാൻ പോയപ്പോൾ അലീന ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ, പക്ഷേ അലീന അതിന് തക്കതായ മറുപടിയൊന്നും കൊടുത്തില്ല. പല ചിന്തകളും ഇങ്ങനെ രോഹിത് ആലോചിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മനുവും അലീനയും കൂടെ എല്ലാവരും കൂടെ തീരുമാനിച്ചതനുസരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ബാലചന്ദ്രനുണ്ട്. അപ്പം മനു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ആദ്യം കയറിപ്പോ, ഞാൻ വരുന്നതിനെക്കാട്ടിലും അങ്കിളിനോട് സംസാരിക്കാൻ ബെറ്റർ നീയാണ്, അതുകൊണ്ട് നീ പോയി കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് അവതരിപ്പിക്കുമെന്ന് പറയാം. അങ്ങനെ അലീന കയറി ചെല്ലണം. അങ്ങനെ അലീനെ കണ്ടപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറഞ്ഞു, ആഹാ നീ വന്നോ, എവിടെ നിൻ്റെ കൂടെ പോയ ബാക്കി പടകളൊക്കെ? അപ്പോൾ അലീന പറഞ്ഞു, അച്ഛാ അവരെൻ്റെ കൂടെ പെട്ടെന്ന് എങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു ലക്ഷ്യത്തോടെ അല്ലേ പോയത്, അപ്പോൾ അത് സാധിക്കണ്ടേ? എനിക്ക് അച്ഛനോടൊരു കാര്യം മനസ്സ് തുറന്ന് പറയാനുണ്ട്, അതാ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കും, എന്താടി മോളെ പറഞ്ഞോ, അവിടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ, നിങ്ങളെങ്കിൽ ഇങ്ങനെ പോര് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെ അങ്ങ് വരാൻ പറ്റുമോ അച്ഛാ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് രോഹിത്തിനോടും ബബിതയോടും കൃഷ്ണമോളോടുമാണ്. കാരണം വേറൊന്നുമല്ല, അവരുടെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിച്ച് കൊടുക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തൊക്കെയാണ്. അതിന് അച്ഛൻ്റെ വാശി കളഞ്ഞ് അച്ഛൻ എന്നോടൊപ്പം വരണം. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, നീ എന്തൊക്കെയാണ് മോളെ പറയണത്? അതായത് അപ്പം അലീന കാര്യം പറയുന്നുണ്ട്, അച്ഛൻ ഒരാളൊന്ന് താന്നു കൊടുക്കുക. കാരണം ഒരാളെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇത്രയും, അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ മുഖം അങ്ങ് മാറി. കാരണം ഇത്രയും വർഷം ഒരു പട്ടിയെ പോലെ എന്നെ ഇട്ട് കോമാളി വേഷം കെട്ടിച്ച കൈതക്കൽ മാളിക വീട്ടിലെ വൈജയന്തിയോട് ഞാൻ താന്നു കൊടുക്കണം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അലീന. കാരണം കൊടുത്ത കൈക്ക് കൊത്തുള്ളൂ. അതായത് നിനക്ക് ഞാൻ ചോറ് തന്നിരുന്നാലും നിനക്ക് കൂറ് വൈജയന്തിയുടെ അടുത്തായിരിക്കും. കാരണം നിൻ്റെ ശരീരത്തിൽ ഓടുന്നത് എൻ്റെ ബ്ലഡ് അല്ലല്ലോ, നിൻ്റെ അമ്മ വൈജയന്തിയുടെ ബ്ലഡാണല്ലോ. അപ്പോൾ പിന്നെ അതിന് മാറ്റമൊന്നും വരില്ല. അച്ഛൻ അങ്ങനത്തെ വാക്കുകളൊന്നും അച്ഛൻ എന്നോട് പറയരുത്. കാരണം എനിക്ക് ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും വലുത് ഈ ഒരു കുടുംബമാണ്. എനിക്ക് ഈ ഒരു കുടുംബം അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് അവരച്ഛനെയും അമ്മയും തിരിച്ചു കൊടുക്കുക എന്ന വാക്ക് എനിക്ക് പാലിച്ചേ പറ്റുള്ളൂ. ഞാൻ നിൽക്കാത്തതും അല്ല അച്ഛൻ. ഞാൻ പോയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെങ്കിൽ അതല്ലേ അച്ഛൻ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതായിക്കോ, പക്ഷെ നീ ഒരു കാര്യം ഓർത്തോണം, നീ ഇറങ്ങുന്ന ആ നിമിഷം നിൻ്റെ അമ്മയായ വൈജയന്തിയുടെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കും. പിന്നെ നമ്മൾ കോടതിയിൽ വിവാഹമോചനത്തിൽ ചെന്നെത്തുള്ളൂ എന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീനയുടെ മനസ്സങ്ങ് വല്ലാണ്ട് തളർന്നു പോവുകയാണ്. കാരണം ബാലചന്ദ്രൻ വാശിയിൽ നിൽക്കുകയാണ്. കാരണം ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണില്ല. അലീന പറയുന്നുണ്ട്, ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം, അച്ഛൻ ഒന്ന് എൻ്റെ കൂടെ വാച്ചാ. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ എന്ത് ചെയ്ത് ബാലചന്ദ്രൻ പറഞ്ഞു, ഇല്ല മോളെ അലീന, ഞാൻ വരില്ല. അവളുടെ മുമ്പിൽ ഞാൻ ഇവിടെ നിന്ന് നെടുമ്പുരയ്ക്കൽ ഈ തെറ്റ് ചെയ്തത് ആരാ? അവൾ. എന്നിട്ട് ഞാൻ വന്ന് അവളുടെ കാല് പിടിക്കണോ? അതാണോ അലീന നീ പറഞ്ഞു വരുന്നത്? അതല്ല അച്ഛാ. നമുക്ക് ഈ കാര്യത്തിന് നമ്മുടെ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോക്കും അവരുടെ അച്ഛനും അമ്മയൊക്കെ വേണ്ടേ? അതിനിപ്പോൾ ഈ കുടുംബത്തിൽ നീ ഉണ്ടല്ലോ, നീ കാര്യങ്ങളൊക്കെ ഇത്രയും സെറ്റ് ചെയ്തില്ലേ? അപ്പോൾ അലീന പറഞ്ഞു, അത് മാത്രം മതിയോ? അവർക്ക് അവരുടെ ജീവിതത്തിൽ അവസാനം വരെയും അവരുടെ അച്ഛനും അമ്മയും കൂടെ വേണം. അതല്ലേ അച്ഛൻ ശരി എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. അലീനയെ കൊണ്ട് എത്രത്തോളം മാക്സിമം പറയാൻ പറ്റുമോ ആ രീതിയിൽ കാല് പിടിക്കുന്ന കണക്ക് ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എവിടെ അമ്പിലും വില്ലിലും ബാലചന്ദ്രൻ അടുക്കില്ല. അപ്പോൾ ഏകദേശം വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഫുൾ വിശേഷത്തിൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വൈജയന്തിനെ കാണാൻ ബാലചന്ദ്രൻ വരുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിൽ ഇനി വരുന്നൊരു സീൻ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ രോഹിത്ത് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വൈജയന്തിയോട് ഇതിരെ ഹാർഷായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് എന്ത് ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുകൂടാതെ നമ്മുടെ അലീന ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. കാരണം ഇത് അങ്ങനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അച്ഛൻ അമ്പിനും വില്ലിനും അടുക്കില്ല. അമ്മ പിടിക്കുന്ന കൊമ്പ് മുയലിനും 3 കൊമ്പെന്നുള്ള മട്ടിൽ അമ്മയും. അപ്പോൾ ഇതുകൊണ്ട് ഒരു തീരുമാനം, നല്ലൊരു കടുത്ത തീരുമാനം തന്നെയാണ് നമ്മുടെ അലീന എടുക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വരും പുതിയ വിശേഷത്തിലൂടെ നമുക്കറിയാം. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക.
നമ്മൾ തലേ ദിവസം നമ്മുടെ മഴ തോരും മുമ്പേയുടെ പ്രൊമോ ഇടുന്നുണ്ട്, രാവിലെ ഫുൾ വിശേഷം ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സാന്ത്വനം 2 ഉച്ച കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സുമി മുഫാസ് മൺസിൽ നമ്മൾ പുതിയൊരു പരമ്പര കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, കണ്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ഇവർ വിവാഹിതരാകുന്നു. അപ്പോൾ അത് വീണ്ടും ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ 2 ചാനലിനും വേണം. 2 ചാനൽ, മറ്റേ ചാനലിൽ നമ്മൾ കാറ്റത്തെ കിളിക്കൂടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ടൊക്കെ എല്ലാ വീഡിയോസും കണ്ട് നല്ലൊരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ ഫുൾ വിശേഷം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.